BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വീക്ക്ലി ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഗോൾഡ് സ്റ്റോൺ ലഭിച്ചത് അക്ബറിനായിരുന്നു. അപ്പോൾ അക്ബറിനുള്ള സൂപ്പർ പവർ ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അക്ബറിന് സെക്കൻഡ് വീക്കിലേക്ക് ഒരാളെ ഡയറക്റ്റായിട്ട് എലിമിനേഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ബിഗ് ബോസ് ഇവിടെയും ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. അതായത് അക്ബറിന് ഈ സൂപ്പർ പവർ യൂസ് ചെയ്യണമെങ്കിൽ വീക്ക്ലി ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ അക്ബർ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കും കൂടി ഗോൾഡ് സ്റ്റോൺ ലഭിക്കണം. എങ്കിൽ മാത്രമാണ് അക്ബറിന് ഈ സൂപ്പർ പവർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ആദ്യത്തെ റൗണ്ട് പോലെ പോഡിയം ക്ലോസ്ഡ് ആയിരിക്കില്ല. ഉള്ളിലെ സ്റ്റോൺ കാണാവുന്ന രീതിക്ക് പോഡിയം ഓപ്പൺ ആയിരിക്കും. എന്തായാലും അക്ബർ സെക്കൻഡ് റൗണ്ടിലേക്ക് തൻ്റെ പാർട്ട്ണറായി സെലക്ട് ചെയ്തിരിക്കുന്നത് ആര്യനെയാണ്. അപ്പോൾ ആര്യനും കൂടി സെക്കൻഡ് റൗണ്ടിൽ ഗോൾഡ് സ്റ്റോൺ ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ സൂപ്പർ പവർ യൂസ് ചെയ്യാവുന്നതാണ്. സൂപ്പർ പവർ ലഭിച്ചതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ബ്ലാക്ക് സ്റ്റോൺ ലഭിച്ച 3 പേർക്ക് നല്ല പണിയും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അനീഷ്, അഭിലാഷ്, റെന, ഫാത്തിമ ഇവർക്ക് 3 പേർക്കുമായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ ലഭിച്ചത്. അപ്പോൾ 3 പണിയാണ് ബിഗ് ബോസ് ഇവർക്ക് നൽകിയത്. 1 കണ്ണ് കെട്ടണം, 2 വാ മൂടണം, 3 നടക്കാൻ പാടില്ല, സ്റ്റോർ റൂമിൽ നിന്നും നൽകുന്ന പ്രോപ്പർട്ടിയിൽ മാത്രം ഇരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 3 പണികളാണ് ബിഗ് ബോസ് ഇവർക്കായി നൽകിയത്. അതിൽ ഓരോരുത്തർക്കും ഏത് പണി വേണമെന്ന് 3 പേരും തമ്മിൽ ചർച്ച ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ അനീഷ് തിരഞ്ഞെടുത്ത പണി കണ്ണ് കെട്ടണമെന്നായിരുന്നു. അഭിലാഷും റെനയും തമ്മിൽ പണി തിരഞ്ഞെടുക്കുന്നതിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. കാരണം ഇരുവർക്കും വാ മൂടണമെന്ന പണിയാണ് വേണ്ടത്. അവസാനം അഭിലാഷ് വിട്ടുകൊടുക്കുകയും അഭിലാഷ് 3ാമത്തെ പണിയായ നടക്കാൻ പാടില്ല എന്ന പണി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ 3 പേരും ഓരോരോ പണികൾ തിരഞ്ഞെടുത്തു. എന്നാൽ അപ്പോഴാണ് ബിഗ് ബോസ് മറ്റൊരു പണിയും കൂടി അവർക്ക് കൊടുത്തത്. ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു നടക്കാൻ പാടില്ല, സ്റ്റോർ റൂമിൽ നിന്നും നൽകുന്ന പ്രോപ്പർട്ടിയിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്ന്. അഭിലാഷിനായിട്ട് ഇരിക്കാൻ കൊടുത്തിരുന്ന പ്രോപ്പർട്ടി ഒരു ഉന്തുവണ്ടിയായിരുന്നു. എന്നാൽ ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് അനീഷിനും റെനയ്ക്കുമാണ്. അഭിലാഷ് ഇരിക്കുന്ന ഉന്തുവണ്ടി ബിഗ് ബോസ് പറയുന്നത് വരെ നിർത്താതെ ഉന്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. എന്നാൽ അനീഷിന് കണ്ണ് കാണാനോ റെനയ്ക്ക് സംസാരിക്കാനോ സാധിക്കില്ല. ഒരു കാരണവശാലും വണ്ടി ഉന്തുന്നത് നിർത്താനും സാധിക്കില്ല. ഇതായിരുന്നു എന്തായാലും ഇവർക്ക് കിട്ടിയ 7ന്റെ പണി. എന്തായാലും ബിഗ് ബോസ് ഇത്തവണ എല്ലാ പണിയിലും ഒരു ട്വിസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാതെയാണ് അഭിലാഷ് ഈ പണി സെലക്ട് ചെയ്തതെങ്കിലും ശരിക്കും പണി കിട്ടിയത് ഇവിടെ അനീഷിനും റെനയ്ക്കുമാണ്. ഇതിനിടയിൽ വണ്ടി ഉന്തിമടുത്ത് റെനയും അനീഷും കൂടി അഭിലാഷിനെ കൊണ്ടേ മറിച്ചിടുന്നൊക്കെയുണ്ട്. അടുത്ത ബസറടിക്കുന്നത് വരെ എന്തായാലും ഇതുപോലെ തന്നെ റെനയും അനീഷും കൂടി അഭിലാഷിനെ ഉന്തിക്കൊണ്ട് തന്നെ നടക്കണം.